ഞാൻ ഈ കുഞ്ഞിൻ്റെ ഈ കാലിലെ വെള്ളയൊന്ന് ചൊറിഞ്ഞ് നോക്കുകയും അപ്പോൾ അത് ഇപ്പോൾ എന്തിതാ ഉണരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ അമ്മ വല്ലവരോടും ചോദിക്കുന്നത് എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പിക്കപ്പ് വാനിൽ തന്നെ കയറ്റിക്കൊണ്ട് അമ്മയും കുഞ്ഞിനെയും കൂടി ഞാൻ കൊണ്ടുപോകായിരുന്നു ചെയ്തത്. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് കോട്ടയം പള്ളത്താണ്. അന്ന് ആ അപകടം നടക്കുന്ന സമയത്ത് ഈ അപകടത്തിൻ്റെ ദൃക്സാക്ഷിയാവുകയും പിന്നീട് ഈ കുഞ്ഞിനെ ഏറ്റവും ആദ്യം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത പിക്കപ്പ് വാഹനത്തിൻ്റെ ഡ്രൈവർ തിരുവല്ല സ്വദേശിയായ ജോബിൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ജോബിനെ അന്ന് എന്താണ് സംഭവിച്ചത്? ഞാൻ മെഡിക്കലിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്. വണ്ടിയിൽ ഗവൺമെൻറ് ആശുപത്രിയിലും ഹോസ്പിറ്റലിലും അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ മരുന്ന് ഇറക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് വരുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ഒരു 2 മണി 2:30 ആയപ്പോൾ ഞാൻ അവിടുന്ന് കോട്ടയം പാസ് ചെയ്ത്, കാരണം എൻ്റെ മോനെ വിളിക്കേണ്ട തിരക്കുകൊണ്ട് ഞാൻ വിട്ട് വരണമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ തൊട്ട് ബൈക്കിലായിരുന്നു എൻ്റെ വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഓപ്പോസിറ്റ് അത് റോങ് ആയിട്ട്, അത് ഒരു എന്താ പറയുക, നമ്മുടെ പാമ്പൊക്കെ എഴഞ്ഞ പോലെ വരുന്ന പോലെ ഒരു വണ്ടി നല്ല ഓവർ സ്പീഡ് വരുന്നത് കണ്ടപ്പോഴേ ഞാൻ വണ്ടി ഒതുക്കി. പക്ഷേ ഇവർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നല്ല സൈഡ് ചേർന്ന് ഒരു ശാന്തമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. ഇതിൽ വന്ന് ഇടിച്ച് കയറി ഈ രണ്ട് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കറങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെ വെള്ളം കൊണ്ട് വന്ന വണ്ടിയിൽ ആ പയ്യനെ ഓടി ഇറങ്ങി വന്നു. ഞങ്ങൾ രണ്ടും കൂടെ ആ ഡോറ് വലിച്ച് ഇളക്കി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിലോട്ട് വന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് തരികയാണ് ചെയ്തത്. കുഞ്ഞിൻ്റെ വല്യമ്മ തല പൊട്ടി ഇങ്ങനെ ചോല ഒഴിച്ചു. ഞാനത് അവർക്കായിരിക്കും പറ്റിയത്. അപ്പോൾ അന്ന് കുഴപ്പമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. കുഞ്ഞിനെ എൻ്റെ തോളത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിക്കാണെങ്കിലും ബോധമില്ല. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകിനായതുകൊണ്ടും കുഞ്ഞിന് പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും അവരുടെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഈ കുഞ്ഞിൻ്റെ ഈ കാലിലെ വെള്ളയൊന്ന് ചൊറിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കൂടുതൽ റെസ്പോണ്ട് എനിക്കൊരു മോനാണ്. അപ്പോൾ അവനെ അടുത്തുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവനെ ഉണർത്തുന്നത് ഞാൻ അങ്ങനെ കാല് ചൊറിഞ്ഞാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്തിതാ ഉണരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയോടത്ത് ഞാൻ പറയുകയും അവരോട് പറഞ്ഞു അപ്പോൾ ആംബുലൻസ് വരാൻ വേണ്ടി അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, അതേസമയം നമ്മൾ നോക്കേണ്ട ആവശ്യം അത് പോയ വണ്ടിക്കാരോടെല്ലാം ചോദിച്ചു. പക്ഷെ അവരെല്ലാം പറഞ്ഞു വേറെ ആംബുലൻസ് ഇപ്പോൾ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോഴാ ഒരു ആംബുലൻസ് വന്നു. അപ്പോൾ അത് പേഷ്യനെ കൊണ്ട് പോകുന്ന ആംബുലൻസാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അപ്പോൾ അത് വണ്ടി ഞാൻ തടഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് ആളുള്ളതുകൊണ്ട് കയറാൻ പറ്റത്തില്ല, വണ്ടി വരും, നിങ്ങൾ വിളിച്ചാൽ വരും. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വന്ന വാഹനങ്ങൾ കാറുകാരും നിർത്തിയില്ല. അവർ കുഞ്ഞിൻ്റെ അമ്മ വല്ലവരോടും ചോദിക്കുന്നത് എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ ഞാനൊരു ഓപ്ഷൻ കണ്ടത്, പിന്നെ ഇതാണ് വണ്ടിയെ കയറ്റിക്കൊണ്ട് പോകുക. താങ്കളുടെ മെഡിസിൻ കൊണ്ടുപോകുന്ന പിക്കപ്പ് വാനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയെല്ലാം മൂടിയ വണ്ടിയാണ്, നമുക്ക് സെൻട്രൽ ക്ലാസ് ഒന്നും കാണത്തില്ല. ഞാൻ പിന്നീട് എൻ്റെ പിക്കപ്പ് വാനിൽ തന്നെ കയറ്റിക്കൊണ്ട് അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കൊണ്ടുപോകായിരുന്നു ചെയ്തത്. പിന്നെ മറ്റവരെ എന്നെ അതിൻ്റെ അടുത്ത് കയറ്റാൻ പറ്റത്തില്ല, ആംബുലൻസ് വന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കുള്ള സൗകര്യമുള്ളൂ വണ്ടിക്ക്. ഒറ്റ സീറ്റാണ്, നീളത്തിലുള്ള സീറ്റാണ്, 3 പേർക്ക് ഇരിക്കാൻ പറ്റാത്ത സീറ്റേ ഉള്ളൂ. കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് മാത്രമേ നമ്മുടെ രക്ഷയുള്ളായിരുന്നു. ആ 10 മാസമെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എത്ര വയസ്സാണെന്ന് ചോദിച്ചു. 10 മാസമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ എനിക്കത് മാത്രം, കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് കയറി വരുന്നോട്ടേക്ക് എൻ്റെ വണ്ടിയുടെ ബാക്കി എന്ന് വേറെ വണ്ടിയുടെ ബമ്പറും പൊളിച്ചുകൊണ്ടാണ് കയറിപ്പോയത്. അപ്പോൾ അത് പിന്നെ ലാസ്റ്റ് കുഞ്ഞിനെ കൊണ്ട് എടുത്ത് അവർ സെക്യൂരിറ്റി വന്നു, അവരെല്ലാം വന്ന് കുഞ്ഞിനെ കൊണ്ട് എടുത്ത് അകത്തോടി. താങ്കൾ ആദ്യം ഈ കുഞ്ഞിനെ എത്തിക്കുന്നത് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷമാണ് അവർ അവിടുത്തെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ട് ഈ പറയുന്ന ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അറിയുന്നത്. ഈ കുഞ്ഞ് രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷയായിരുന്നു. കാരണം ഞാൻ അവരുടെ ഫ്രണ്ട്സിനോട്, ആ കുഞ്ഞിൻ്റെ അപ്പയുടെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞ് വരുമ്പോൾ ഇനി എന്നെ എടുക്കണമെന്നും. അതിൻ്റെ ഒരു സ്വരം പോലും ഞാൻ കേട്ടിട്ടില്ല, ഒരു കരച്ചിൽ കേട്ടിട്ടില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേട്ടാ ഒക്കെ നടക്കും, എല്ലാം ശരിയാകും എന്നൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് വരാം. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ, മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫെയിലായി ഏട്ടാന്ന് പറഞ്ഞു. വിളിച്ചോട്ട് ഞാൻ ഫെയിലായി പോയി എന്ന് ഞാൻ പറഞ്ഞു. അവന് തിരിച്ച് തന്നെ ചേട്ടാന്ന് പറഞ്ഞു. ചേട്ടാ ഫെയിലായിട്ടില്ല, ഇതിന് 5 പേർക്ക് ജീവൻ ഈ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അതിലും സന്തോഷമായി. പക്ഷെ എന്നാൽ എനിക്ക് ഇവള് ഒന്ന് ചിരിച്ച് കാണണോ, ഇനി എടുത്തുകൊണ്ട് പോയത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. ഈ താങ്കൾ ഈ അപകടം നേരിൽ കണ്ട ആളാണ്. എതിർഭാഗത്ത് തെറ്റായ ദിശയിൽ ഒരു കാർ അമിത വേഗതയിൽ വന്നു എന്ന് പറയുന്നു. അതിലാരായിരുന്നു? അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ, ഞാൻ ഈ കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ടാണ് അവരുടെ ആ ഒരു ഡോറ് വലിച്ചിളക്കുന്നത്. അപ്പോൾ അവർ എയർ ബാഗ് വർക്ക് ചെയ്ത് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 85 വയസ്സ് ആ പുള്ളിക്കാരന് പ്രായം തോന്നിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ എണ്ണിച്ച ഉടനെ, പ്രായമുള്ള അപ്പച്ചൻ എണ്ണിച്ച ഉടനെ അവർ റോങ് അല്ലേ വന്നതെന്ന് എന്നോട് ചോദിച്ചു. നമ്മൾ പിന്നെ സംസാരിക്കാം, നിങ്ങൾ സേഫ് അല്ലേ എന്ന് ചോദിച്ചു. ഒരു ഉറക്കത്തിൽ നിന്നിച്ച് വരുന്നുള്ള ഒരു ഫീലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ഉറങ്ങിപ്പോയതാണ്. ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കോ അങ്ങനെയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ആഹാരം കഴിച്ച്, ചിലപ്പോൾ പ്രായമുള്ളല്ലോ 85 വയസ്സൊക്കെ ഈ വണ്ടി എടുത്ത് പോകുമ്പം അവർക്ക് സ്വാഭാവികമായിട്ട് പറ്റുന്നതായിരിക്കാം, എനിക്ക് തോന്നുന്നതായിരിക്കും. നല്ല പ്രായമുള്ള ആളായിരുന്നു. ആ വാഹനം തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ വന്ന ഈ കുഞ്ഞ് സഞ്ചരിച്ച വാഹനത്തിലേക്ക് ഇടിച്ച് കയറിയായിരുന്നു. അതായത് ആദ്യം ഒരു ഇടി ഇടിച്ച്, പിന്നെ രണ്ടാമതൊരു ഇടി ഇടിച്ച്, പിന്നെ കറങ്ങുമായിരുന്നു ചെയ്ത വണ്ടി. ഈ 2 വണ്ടിയും കിടന്ന്, മറ്റേ വണ്ടി റോഡിൽ കറങ്ങി, മറ്റേ ഇത് സൈഡിലോട്ട് മറിഞ്ഞ് കിടക്കുമായിരുന്നു, സൈഡ് ചരിഞ്ഞ് കിടക്കുമായിരുന്നു ചെയ്ത്. അത്ര ഇടിയായിരുന്നു ഇടിച്ചത്.
പിന്നെ ഞാൻ ഇതിനെ കാണുന്നത് ഇവിടെ ബിലീവ്സിൽ പോയി എന്നെ കുഞ്ഞിനെ കണ്ടായിരുന്നു. അമൃതയെ കൊണ്ടുപോകാൻ നേരം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടു. പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ഒരു മനസ്സും കൂടെ ശരിയാകുന്നില്ല. അപ്പോഴാണ് ഞാൻ ലീവ് എടുത്തത്. താങ്കൾ ഈ അപകടത്തിന് ശേഷം, ഈ അപകടം നേരിൽ കണ്ടതിന് ശേഷം പിന്നീട് ജോലിയിൽ പോലും പ്രവേശിച്ചിട്ടില്ല. പ്രവേശിച്ച് 2 ദിവസം പ്രവേശിച്ചപ്പോൾ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഓണറോട് പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുക്കുമായിരുന്നു. ലീവ് എടുത്ത് ഞാൻ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെയാണ് എത്തിയത്. ഇന്നലെ എത്തിയ ഉടനെയാണ് ഈ മരണ വാർത്ത അറിയുന്നത്. വലിയൊരു ദുഃഖത്തിൽ കൂടിയാണ് അല്ലേ? അതെ. ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടം കണ്ടിട്ടുമില്ല. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് കോട്ടയം പള്ളത്ത് വെച്ച് ഈ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ കുടുംബം, ആ കുഞ്ഞിൻ്റെ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിൽ മറ്റൊരു വാഹനം അമിത വേഗതയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ആ അപകടം സംഭവിക്കുമ്പോൾ അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ആദ്യം സ്വന്തം പിക്കപ്പ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച തിരുവല്ല സ്വദേശിയായിട്ടുള്ള ജോബിനാണ് നമ്മളോട് പ്രതികരിച്ചത്. ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് താൻ കാത്തിരുന്നത്. ഈ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്, ഇത് താങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ജോബിൻ പറയുന്നത്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.